അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഡ്രീമേഴ്സ് ഇൻ യുകെയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 4ാമത്തെ വീഡിയോ നമ്മളിന്ന് ലണ്ടൻ ടവർ ബ്രിഡ്ജിൻ്റെ കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ലണ്ടൻ ടവർ ബ്രിഡ്ജ് നമുക്കറിയാം, നമ്മൾ ചെറുപ്പം മുതലൊക്കെ ടി വിയിലൊക്കെ കാണാറുണ്ട്. ഇങ്ങനെ ഷിപ്പ് പോകുമ്പോൾ പാലം പൊങ്ങണതും താവണതും ആ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് ഇപ്രാവശ്യം കാണാനായിട്ട് പറ്റി. അതുപോലെ തന്നെ അടുത്ത ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലണ്ടനിലെ നമ്മളൊരു സൈക്കിൾ നെയ്ക്കഡ് റാലി കണ്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. അപ്പോൾ നമ്മളിതാ നമ്മുടെ ക്രൂയിസറിൽ നിന്ന് നമ്മളിത് ലണ്ടൻ ടവർ ബ്രിഡ്ജിലേക്കുള്ള യാത്ര തുടങ്ങുകയായി. ഈ ഒരു സൈക്കിൾ റാലിയിൽ 1000-ഓളം പേരാണ് കഷ്ടി പങ്കെടുത്തിട്ടുള്ളത്. ഇവർ ഈ ഒരു സംഭവം, ഈ ഒരു സൈക്കിൾ റാലി നടത്തുന്നതിന് ഇവരുടെ ഉള്ളിലൊരു കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ എൻവിറോൺമെൻറ്റ്, പരിസ്ഥിതി വളരെ ക്ലീൻ ആവാനും, അതുപോലെ ഹെൽത്തിയർ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവാനും, അതുപോലെ തന്നെ റോഡ് സേഫ്റ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഇത് നോക്കി കാണുന്നതും ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ നോക്കി കാണുന്നത്. അല്ലാതെ ഒരു നഗ്നത കാണാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിലല്ല ആൾക്കാർ ഇവിടെ ഈ സംഭവത്തെ അപ്രോച്ച് ചെയ്യണത്. അതാണ് വ്യത്യാസം. നമ്മുടെ ഹേമ കമ്മിറ്റിയും ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ. ചുമ്മാ പറഞ്ഞാണ് ഹേമ കമ്മിറ്റീനെ. ഇവിടുത്തെ ഒരു കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇവിടെ ആൾക്കാരത് വലിയൊരു സംഭവമായിട്ട് നോക്കി കാണും, അങ്ങനെയൊന്നുമല്ല. അവർ ആ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആൾക്കാർ മനസ്സിലാക്കും. ആ ഒരു സംഭവം മാത്രമേ ഇവിടുത്തെ ആൾക്കാർ അതിൽ പോയിന്റ് ഔട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ ലണ്ടൻ യാത്രയിലെ ഇങ്ങനത്തെ ഒരു വ്യത്യസ്തമായ അനുഭവം നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ കാഴ്ചകളിലേക്ക് വരാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ എപ്പോഴും ഈ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയണേ ടവർ ബ്രിഡ്ജിൻ്റെ അടുത്ത് വരെ എത്തി. നമ്മളിപ്പോൾ ഇനി അങ്ങോട്ട് അടുക്കാൻ പോവുകയാണ്. നമുക്ക് 4:30-ക്കാണ് അപ്പോയിൻമെൻറ്റ് ടവർ ബ്രിഡ്ജ് കാണാനുള്ളത്. അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ നടന്ന് അങ്ങോട്ട് നീങ്ങണം. 3:45 സമയം. ടൈം 3:45 ആയി, കണ്ടില്ലേ? അപ്പോൾ ഇനി വളരെ കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. അപ്പം നമ്മളിത് ടവർ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് പോകാനുള്ള വഴികളിലാണ്. നമ്മൾ ക്രൂയിസിൽ വന്ന് ഇറങ്ങി പിന്നെ ഇങ്ങനെ നടന്ന് ഈ ഒരു വഴിക്കാണ് നമ്മൾ ടവർ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് പോകുന്നത്. മുകളിലേക്ക് കയറാനുണ്ട്. കോണി എവിടെയാണെന്ന് നോക്കണം. ഈ മക്കളെ പറഞ്ഞു അപ്പം ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് ടവർ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറും. ഇതാണ് മുകളിലേക്ക് കയറുന്ന വഴികൾ. അപ്പോൾ അങ്ങനെ കയറി നമ്മൾ ടവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളങ്ങനെ ആ സുലഭ മുഹൂർത്തത്തിലെത്തിയിരിക്കുകയാണ്. ജീവിതത്തിൽ ഇങ്ങനെ ഒരു ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ പറ്റുന്നു, ടവർ ബ്രിഡ്ജ് കാണാൻ പറ്റുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ നമുക്ക് കാണാനുള്ള ഭാഗ്യമുണ്ട്. ലണ്ടൻ ടവർ ബ്രിഡ്ജ് എപ്പോഴും നമ്മൾ തെറ്റിപ്പോവും. ടവർ ബ്രിഡ്ജും ലണ്ടൻ ബ്രിഡ്ജും തമ്മിൽ. ഇതാണ് ടവർ ബ്രിഡ്ജിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമ്മൾ ടവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെയുള്ള യാത്രയിലാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ലണ്ടനിലെ ടവർ ബ്രിഡ്ജാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല വൈബും നല്ല രസമുണ്ട്. എന്തായാലും ടവർ ബ്രിഡ്ജിൻ്റെ മുകൾ ഭാഗത്ത് കൂടെയുള്ള ആ ഒരു ഭാഗത്ത് കൂടെയാണ് ഗ്ലാസ് വെച്ചിട്ടുള്ള ബ്രിഡ്ജാണത്. അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് നടക്കാനുള്ളതാണ്. നമുക്ക് അങ്ങോട്ട് പോകണം. നമ്മൾ വന്ന വഴി തെറ്റിപ്പോയി. അപ്പോൾ നമുക്ക് തിരിച്ചു പോകണം. ആ സൈഡിൽ കൂടെയാണ് എൻട്രൻസ്. അപ്പോൾ നമ്മൾ തിരിച്ച് വന്ന വഴിക്ക് പോയിട്ട് വേണം എൻട്രൻസിലേക്ക് പോകാനായിട്ട്. നമുക്കിത് പാലം പൊങ്ങണ സീൻ ഇതേ കിട്ടണം. ഇതേ നമ്മുടെ ലണ്ടൻ ടവർ ബ്രിഡ്ജിൻ്റെ പാലം
പൊങ്ങി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ടവർ ബ്രിഡ്ജ് പൊങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് സുഹൃത്തുക്കളെ. ഇപ്പോൾ കണ്ടില്ലേ ടവർ ബ്രിഡ്ജിൻ്റെ പാലം പൊങ്ങി നിൽക്കുകയാണ്. ഒരു കപ്പൽ പോകാൻ വേണ്ടിയിട്ട് താവും. പാലത്തെ താന്നുകൊണ്ടിരിക്കുന്നു. പാലം താന്നുകൊണ്ടിരിക്കുന്നു. About 5 sir. Our bridge it is for the report. Oh, then it's for the boat. Yeah, but it's planned. So they have to put their time. They have to say when they want to plan. You can't just say. You can't just come and say, well, I want to put in the picture. Perché purtroppo io non sapevo questo coso, അപ്പോൾ നമ്മളിത് ടവർ ബ്രിഡ്ജ് കാണാൻ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളകത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ടവർ ബ്രിഡ്ജിൻ്റെ പഴയ കാലങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ടവർ ബ്രിഡ്ജിൻ്റെ മുകളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഇനിയാണ് നമ്മൾ ടവർ ബ്രിഡ്ജിൻ്റെ ടോപ്പ് ഭാഗം. നമ്മൾ താഴേന്ന് കണ്ടായിരുന്നില്ലേ അമീറിൻ്റെ ആ ഒരു സ്ഥലമാണിത്. ഇതിലെ പോയിട്ട് അതിലേ വരാൻ തോന്നുന്നു. ഇതിൻ്റെ വർക്കിംഗ് സംഭവങ്ങളാണ്. Boris John and John Wood. I find you very nice design. Designed by Angelo James Sedley. ഇതൊക്കെയാണ് ഇതിൻ്റെ ആൾക്കാർ. John Wolfe Barry was an engineer. തൂളൊക്കെ കണ്ടില്ലേ. ഇനിയാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഗ്ലാസ് ബ്രിഡ്ജ് ടവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ്. നല്ല അടിപൊളി. അപ്പോൾ ടവർ ബ്രിഡ്ജിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മുടെ എന്താ പറയുക, അപ്പോൾ ടവർ ബ്രിഡ്ജിൻ്റെ മുകളിലെ ഗ്ലാസ് ബ്രിഡ്ജിമേ ധൈര്യശാലികളായ നമ്മുടെ 4 പെൺമക്കൾ ഇരിക്കുന്ന കണ്ടില്ലേ. ഒരു പേടിയില്ലാണ്ട്. ഞാൻ വീഡിയോ എടുക്കണത് കൈ ഒരു സൈഡിൽ പിടിച്ചിട്ടാ പേടിച്ചിട്ട്. അവർക്ക് ഒരു പേടിയില്ല. അടിയിൽ എന്താ ബസ് പോണു, കാറ് പോണു. എൻ്റെ ദൈവമേ, കടലും കാറും ബസ്സും ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ഇതൊരു സംഭവം തന്നെയാട്ടാ. അങ്ങനെ ടവർ ബ്രിഡ്ജ്.
അപ്പോൾ നമ്മൾ ടവർ ബ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻ കാണാം, ബ്ലൂ ലൈൻ. അത് നോക്കി നടന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ എൻജിൻ റൂമിലേക്ക് എത്താം. നമ്മൾ താഴേക്കാണ് എൻജിൻ റൂം. ഇതിൻ്റെ എൻജിൻ റൂം, ടവർ ബ്രിഡ്ജിൻ്റെ എൻജിൻ റൂമിലേക്കാണ് ഈ പോണേ. അപ്പോൾ എൻജിൻ റൂംസ് ആൻഡ് ഷോപ്പാണിത്. എൻജിൻ റൂം, ഇതാണ് എൻജിൻ റൂം. ഇതിനകത്താണ് എൻജിൻ റൂം. എന്താ നമുക്ക് നോക്കാം. 5 എൻജിൻ റൂം ഷോപ്പ്. ഇതാണ് നമ്മുടെ ടവർ ബ്രിഡ്ജിൻ്റെ എൻജിൻ റൂം. ടവർ ബ്രിഡ്ജ് പ്രവർത്തിക്കുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ എല്ലാ സംഭവങ്ങളാണ് വെച്ചിട്ടുള്ളത്. എൻജിൻ കാര്യങ്ങൾ 5 എൻജിൻ റൂമല്ലേ? 5 എൻജിൻ റൂമാണ്.